എല്ലാവർക്കും നമസ്കാരം. ഇനി നമ്മൾക്ക് വീണ്ടും ക്ലാസ് തുടങ്ങുമ്പോഴാണ് നമ്മൾക്ക് ഇനി വായിക്കാനുള്ളത് സ്കന്ധം 4 17-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം മുതലാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമഃ. ഓം സരസ്വതീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം അമൃതേശ്വരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. പൃഥുർവാചാം വസുദേ ത്വാം വദിഷ്യാമി മച്ചാസനപരാങ്മുഖീം ഭാഗം ബർഹിഷീം യാം വൃങ്ക്തേ നദാനോതി ജനോ വസുഹും യവ സംജഗ്ധ്യാനുദിനം നൈവ ദോഗ്ധൗദസം വയാം തസ്യാമേവം ഹി ദുഷ്ടായാം ദണ്ഡോ നാത്ര ന ശസ്യതേ. ത്വം ഖലോഷധി ബീജാനി പ്രാക്സൃഷ്ടാനി സ്വയംഭുവാം ന മുഞ്ജസ്യാത്മരുദ്ധാനി മാമവജ്ഞായ മന്ദതീം അമൂഷാം ഷുട്പരീദാനാമർത്ഥാനാം പരിദേവിദം ശമയിഷ്യാമി മദ്ബാണേർഭിന്നായാസ്തവ മേധസാം പുമാൻ യോഷിദുദക്ലീവാം ആത്മസംഭാവനോദമകാം ഭൂതേഷു നിരക്രോശാം നൃപാണം തദ്വദോം വദകാം ത്വാം സ്തബ്ധാം ദുർമദാം നീത്വാ മായാഗാം തിലശസ്സരേ ആത്മയോഗബലേനേമാം ധാരയിഷ്യാമ്യഹം പ്രജാം ഏവം മന്യുമയീം മൂർത്തിം കൃതാന്തമിവ ബിഭ്രതം പ്രണതാം പ്രാഞ്ജലിം പ്രാഹാം മഹീം സഞ്ജാതവേപദോം ധരോവാച നമഃ പരസ്മൈ പുരുഷായ മായയാം വിന്യസ്തനാനാതനവേ ഗുണാത്മനേ നമഃ സ്വരൂപാനുഭവേന നിർദുതാം ദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ യേനാഹമാത്മായതനം വിനിർമിതാം ധാത്രാം യദോയം ഗുണസർഗസംഗ്രമഃ യേവ മാം ഹന്തുമുദായുധസ്വയാം ഉപസ്ഥിതോന്യേം ശരണം ഗമാശ്രയേം യേദദാവാ സൃജചരാചരം സ്വമായയാത്മാശ്രയയാ വിതർക്യയാം തയൈവ സോയം കില ഗോപ്തുമുദ്യതാം കഥം नु മാം ധർമ്മപരോ ജിംഗാസതീം നൂനം വദേശസ്യ സമീഹിതം ജനൈസ്തന്മായയാം ദുർജയാകൃതാത്മഭീം ന ലക്ഷ്യതേം യസ്ത്വകരോദകാരയാം യോനേകയേക പരദസ്യൈശ്വരഹാം സർഗാദിയോസ്യാനരുണതി ശക്തിഭിർ ദ്രവ്യക്രിയാകാരകചേതനാത്മഭീം നം തസ്മൈ സമുന്നത നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേദസേ സ വൈ ഭവാനാത്മവിനിർമിതം ജഗത് ഭൂതേന്ദ്രിയാന്തകരണാത്മകം വിഭോം സംസ്ഥാപയിഷ്യന്നജമാം രസാദലാദ്യുജ്ജഹാരാംബസ ആദിസൂകരക അപാമുപസ്ഥേ മൈനാവ്യവസ്ഥിതാം പ്രജാം ഭവാനദ്യ നിരക്ഷിഭുക്കിലാം സവീരമൂർത്തിം സമബോധരാധരോ യോ മാം വയസ്യുഗ്രശരോ ജിങ്കാസസീം നൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മദ്വദൈസ്തദ്ഗുണസർഗമായയാം നജ്ഞായതേ മോഹിതചിത്തവർമ്മഭീം തേഭ്യോ നമോ വീരയശസ്കരേഭ്യഃ. ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പരമംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ പൃഥുവിജയേന്ദരിത്രീ നിഗ്രഹോ നാമ സപ്തദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. അപ്പോൾ എവിടെയാണ് നമ്മൾ നിർത്തിയത്? പൃഥു ചക്രവർത്തിയുടെ പൃഥു ചക്രവർത്തി തൻ്റെ ജനങ്ങൾക്ക് എങ്ങനെ ആഹാരം കൊടുക്കാന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. രാജാവിൻ്റെ അറിവില്ലായ്മയാണ് ആദ്യം. പിന്നീട് ഭഗവാനെ സ്തുതിച്ചപ്പോൾ നമുക്ക് അറിവ് കിട്ടും എന്ന് പറയുന്നത്. ഭഗവാനെ സ്തുതിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് അറിവ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അറിവില്ലെങ്കിലും ജീവിക്കാം, അറിവുണ്ടായിട്ടും ജീവിക്കാം അല്ലേ? നമുക്ക് അറിവില്ലാണ്ട് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പം ഒരു വസ്തു ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ നമ്മളൊരു കറി വയ്ക്കുകയാണെങ്കിൽ തന്നെ നോക്കൂ, നമുക്ക് ആ അറിവും എക്സ്പീരിയൻസും ഒന്നും ഇല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് കറി വയ്ക്കുകയാണെങ്കിൽ എന്താവും? അതിൽ ചിലപ്പോൾ ഉപ്പ് കൂടാം, അതിൽ ചിലപ്പോൾ മുളക് കൂടാം അല്ലേ? ചിലപ്പോൾ അത് തികയാതെ വരാം ഇത്ര ആൾക്കാർക്ക്. അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഏതൊരു പ്രവൃത്തി, ഒരു പാചകമായാലും ശരി, ഒരു തുണി തുന്നുന്നതായാലും ശരി,
അങ്ങനെ പല പല പ്രവൃത്തികളില്ലേ. അപ്പോൾ ആ പ്രവൃത്തികൾ ഏതിലും നമുക്ക് അറിവ് കൂടി ഉണ്ടെങ്കിലേ അത് വിജയിക്കുള്ളൂ. അറിവും വേണം. പിന്നെ രണ്ടാമത് വേണ്ടത് എന്താണ്? അത്യാഗ്രഹമില്ലായ്മ. അതായത് ഒരു ആത്മീയമായ അറിവ് കൂടി നമുക്ക് വേണമെന്ന് പറയും. എല്ലാത്തിൻ്റെയും ഒപ്പം നമ്മൾ ശാരീരികമായ ബുദ്ധിപരമായ അറിവിനോടൊപ്പം മനസ്സിൻ്റെ ആ ഒരു അറിവ്, മനസ്സിൻ്റെ ഒരു നിശ്ചലത, ആ ഏകാഗ്രത, മനസ്സിൻ്റെ ഏകാഗ്രത കൂടി വേണമെന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയില്ല. അതായത് അതാണല്ലോ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന്. നമ്മൾ കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ, അതിൻ്റെ ഫലം ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കർമ്മത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അതിൻ്റെ ഫലത്തെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ കർമ്മം ചെയ്യാനുള്ള ഏകാഗ്രത കിട്ടില്ല. ഇതെന്താവോ, കേടുവരുമോ, നന്നാവോ, കേടുവരുമോ, നന്നാവോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാലോ അപ്പോൾ നമുക്ക് അത്, അപ്പം മനസ്സിൻ്റെ ഏകാഗ്രത കൂടി ഉണ്ടെങ്കിലേ നമ്മൾക്ക് എന്തുള്ളൂ, എല്ലാം വിജയമായിട്ട് വരുള്ളൂ. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കണം. മനസ്സ് പലതരത്തിൽ ടെൻഷനായി പല പല ചിന്തകളിൽ നമ്മുടെ മനസ്സ് പോകാൻ പാടില്ല. അതാണ് നമുക്ക് ആത്മീയതയിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ രാജാവിനോട് പറയാണ്, എങ്ങനെ അധ്വാനിക്കണം എന്ന് പറയണം. ഭൂമിദേവി പറയാണ്, രാജാവേ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ കിട്ടുക അല്ലേ? നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നതിനെ കൊണ്ടോ ഒന്നും കിട്ടില്ല. ഞാൻ എങ്ങനെ ഉണ്ടായി, അത് തന്നെ ഭൂമി എങ്ങനെ ഉണ്ടായത് ആദ്യം ഭഗവാൻ, അതായത് നമ്മൾ ഹിരണ്യാക്ഷൻ്റെ മറ്റു ഹിരണ്യകശിപുവിൻ്റെ കഥയിൽ ആ സമയത്ത് നമ്മൾ വരാഹാവതാര കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവാൻ ഭൂമിയെ ഉറപ്പിച്ച, പിന്നെ നമ്മൾ ദേവി മഹാത്മ്യത്തിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഭൂമിയിൽ വെള്ളമായിരുന്നു ആദ്യം, അതെങ്ങനെ കരയായി മാറിയെന്ന്. പിന്നെ നമ്മൾ അതേ തന്നെയാണ് സയൻസിൽ പഠിച്ചിട്ടുള്ളത്, രണ്ടും ഒരുപോലെ തന്നെയാണ്. കാരണം കുറച്ച് വെള്ളം കര മാറി. ഇപ്പം മധുകൈടവന്മാരെ കൊന്നിട്ട് അതിൻ്റെ ശരീരം അവിടെ ഇട്ടപ്പോൾ ആ ഭാഗം കരയായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറേ ഭാഗം കരയായി ഇത്രേ. അതുപോലെ പരശുരാമൻ മഴു വലിച്ചെറിഞ്ഞപ്പോൾ കേരളം ഭാഗം, അതായത് ആദ്യം വെള്ളമായിരുന്നു അവിടെ, പരശുരാമൻ മഴു എറിഞ്ഞപ്പോൾ കുറച്ച് ഭാഗം അതായത് ഒരു സാധനം നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ കുറച്ച്, ഇപ്പം നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിന് കുറേ വെള്ളം മാറിപ്പോയിട്ട് കുറച്ച് സ്പേസ് അവിടെ വരും അല്ലേ? അതുപോലെ അങ്ങനെ കുറച്ച് സ്പേസ് വന്നു, കുറച്ച് വെള്ളം വേറെ മാറിപ്പോയിട്ട് കുറച്ച് സ്പേസ് അവിടെ വന്നു. അത് നമുക്ക് അറിയാം. നമ്മൾ എവിടെയാണ് ഉള്ളത്? സമുദ്രത്തിൻ്റെ തീരത്ത് തന്നെയല്ലേ ഉള്ളത്. അപ്പം അങ്ങനെ സമുദ്രത്തെ ചുറ്റിപ്പെട്ട് തന്നെയല്ലേ കിടക്കുന്നത്. അപ്പം ആദ്യം ഇവിടെ വെള്ളം മുഴുവൻ വെള്ളമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, സയൻസിൽ തെളിവുണ്ട്. അപ്പം ആദ്യം വെള്ളത്തിൽ ഭൂമിയെ ഉറപ്പിച്ചത് ആ ഒരു ഈശ്വര ശക്തി തന്നെയാണ്. ഇപ്പം നമ്മൾ പരശുരാമൻ മഴ എറിഞ്ഞു അങ്ങനെ ഉണ്ടായി എന്നൊക്കെ എങ്ങനെ ഉണ്ടായാലും അത് ഏതോ ഒരു ശക്തിയാണ്. ആ ശക്തിയെ ഇന്നവരെ ഏത് ശാസ്ത്രജ്ഞന്മാർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കതറിയാം അല്ലേ? ആകർഷണ ശക്തി അല്ലേ? ഭൂമി നമ്മൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു, ഗുരുത്വാകർഷണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ടുപിടിച്ച ആ വ്യക്തിക്ക് പോലും ഇത് എവിടേക്കാണ് ആകർഷിക്കുന്നതെന്നോ എന്താണെന്നോ അത് മനസ്സിലാക്കാൻ ഇതുവരെയായിട്ടും ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ശക്തിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടുപിടിച്ചു, എങ്കിലും വെളിച്ചമായി കഴിഞ്ഞാൽ, അപ്പോൾ രാത്രി നമ്മൾ നമ്മൾ രാത്രി ബൾബൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ വെളിച്ചമായി നോക്കൂ, വെളിച്ചം വന്നു, സൂര്യ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബൾബിന് എന്താ കാര്യമുള്ളത്? ബൾബ് കൊണ്ട് വല്ല കാര്യമുണ്ടോ നമുക്ക് അല്ലേ? അതിന് ഒരു ഫലമില്ലാത്ത അവസ്ഥയാവും. അപ്പം അതുപോലെ തന്നെയാണ് ആ യഥാർത്ഥമായ സൂര്യൻ്റെ ശക്തി. കറക്റ്റായിട്ട് സൂര്യൻ രാവിലെ ഉദിക്കണു, വൈകുന്നേരം അസ്തമിക്കണു അല്ലേ? ഭൂമിയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായി നടക്കണു എന്നുള്ളതാണ്. നമ്മളെല്ലാ ദിവസവും ഇതുപോലെ കറക്റ്റായിട്ട് ഉണരുമോ? ഇല്ല അല്ലേ? നമ്മൾ ഒരു ദിവസം 5 മണിക്ക് ഉണർന്നാൽ ചിലപ്പോൾ നമ്മൾ 7 മണിയാവും, ചിലപ്പോൾ നമുക്ക് വയ്യെങ്കിൽ നമ്മൾ 10 മണിയാക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരില്ലേ? അപ്പം കൃത്യമായിട്ടൊരു കാര്യം നമ്മൾ തന്നെ ചെയ്യുന്നില്ല. പക്ഷേ ഭൂമിയിലെ കാര്യങ്ങളൊക്കെയോ കൃത്യനിഷ്ഠയോടുകൂടി ദിവസവും നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ഒരു ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭൂമി നിലനിൽക്കുന്നത്. അപ്പം ഭൂമി പറയണ ഭഗവാനാണ് എന്നെ വരാഹരൂപം എടുത്തു കൊണ്ടുവന്നിട്ട് എന്നെ രസാതലത്തിൽ ഉറപ്പിച്ചത് ആരാണ്? ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറയുന്നതെങ്കിലും നിങ്ങൾ അനുസരിക്കൂ, എന്തിനു വേണ്ടി എന്നെ ഉറപ്പിച്ചു, ഭൂമിയിൽ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. മനുഷ്യർക്കും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഭൂമി. അപ്പം എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ സന്തോഷമായി ജീവിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവരും അത് അതേപടി അനുസരിക്കുന്നുണ്ട് അല്ലേ? പക്ഷി മൃഗാദികളൊക്കെ നോക്കും, അവരൊക്കെ വളരെയധികം ആ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ പോലുള്ള പ്രശ്നങ്ങളില്ല. നമ്മൾ ആ പരിധി വിടുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്.
അപ്പോൾ ശരിയായി സത്യസന്ധമായി നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവന് ഒരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. സത്യസന്ധമായി അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതിന് തെളിവ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. കാരണം നമ്മുടെ പൂർവികരായിട്ടുള്ളവർക്ക്, എൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയുള്ള ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അന്നൊക്കെ അവർ അധ്വാനിച്ച് ആദ്യം ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അവരെങ്ങനെയായിരുന്നു അധ്വാനിച്ച് അവർ നെല്ലുണ്ടാക്കും. ഇന്നത്തെ മാതിരി ആയിരുന്നില്ല. ഉള്ളവരില്ലാത്തവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ടും ഒക്കെ അവരുടെ ജീവിതം കഴിഞ്ഞു പോകും. അപ്പോൾ ഇല്ലാണ്ടാവുമ്പോഴും ഒരേപോലെ തന്നെ അവരതിനെ ഫേസ് ചെയ്തു പോകുമായിരുന്നു. അപ്പം അങ്ങനെ ജീവിത രീതി കൊണ്ടുപോകുന്നവർക്ക് ഒരിക്കലും ഇല്ലാതാവില്ല. അതായത് നമുക്ക് പ്രകൃതിയിൽ നമ്മൾക്ക് വേണ്ടത് ഇപ്പം നോക്കൂ, നമ്മൾ ഈ പക്ഷിമൃഗാദികൾ നോക്കൂ, അവരൊന്നും ഒന്നും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ മരം നട്ടുപിടിപ്പിച്ചിട്ടല്ല അവർ പഴം ഭക്ഷിക്കുന്നത്, അല്ലേ? അവർക്ക് വേണ്ടത് ആര് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു? ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേണ്ടത് എപ്പോഴും ഭൂമിയിലുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ്, നമ്മൾ ശ്രമിച്ചാൽ, നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പക്ഷിമൃഗാദികൾ അവരുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരെന്നും അധ്വാനിച്ചാണ് അവരുടെ ആഹാരം ഉണ്ടാക്കുന്നത്. കാരണം പഴം എവിടെയുണ്ട് തെരഞ്ഞു പോകണം. അതോടൊപ്പം അത് കൊണ്ടുവരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവർ ശ്രദ്ധിക്കണം. അപ്പം കുറേ എടുത്തു വെച്ചിട്ട് എല്ലാ പക്ഷിമൃഗാദികളെയും നോക്കൂ നിങ്ങൾ. എല്ലാ മൃഗങ്ങളും പക്ഷികളും എല്ലാവരും ഇപ്പോൾ ഒരു പുലി പോലും അത് വേട്ടയാടിയിട്ട് ഒരു മാനിനെ വേട്ടയാടി കഴിഞ്ഞാൽ അതിനെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ശ്രദ്ധിക്കുക പോലും ഇല്ല. അതിനെ അവിടെ ഇട്ടിട്ട് അത് അതിൻ്റെ പാട്ടിന് പോകും. എന്നാൽ ഇത് കുറച്ച് നാളത്തേക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരും എടുത്തു വെക്കുന്നില്ല. അതുപോലെ പക്ഷികളും എല്ലാവരും. അപ്പോൾ അവർക്ക് വേണ്ടത് ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അവർ ദിവസം ദിവസം അധ്വാനിച്ച് ജീവിക്കുന്നവർ. അതുകൊണ്ട് അവർക്ക് സന്തോഷകരമായ ജീവിതമുണ്ട്. നമ്മളെമാതിരി ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അതാണ്. അപ്പം അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ കുറച്ച് അത്യാഗ്രഹം കാണിക്കുന്നത് കൊണ്ട്, അധ്വാനിക്കാനും മടിയുമാണ്, അത്യാഗ്രഹം ഉണ്ട് താനും. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സത്യസന്ധമായി അധ്വാനിച്ച് ജീവിക്കുന്നവന് ഒരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്ന് ഭാഗവതവും ഭഗവാനും ഒക്കെ പറയുന്നത് വളരെ സത്യമായ കാര്യമാണ്. അപ്പം ആ ഒരു സത്യത്തിനെ തന്നെയാണ്, കാണാത്തൊരു ശക്തിയെ തന്നെയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു അദൃശ്യ ശക്തി ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലേ? ഇപ്പം നോക്കൂ, ഭൂമി ഉണ്ട്, അതുപോലെ അതിൻ്റെ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആകാശത്ത് അതിങ്ങനെ നിൽക്കുന്നു. വെള്ളമുണ്ട്, കുറേ വെള്ളം ഇപ്പുറത്തേക്ക് വരുന്നില്ല, കുറേ കര അങ്ങോട്ട് പോകണില്ല, ഇളകി മറിയണില്ല. ഇതെല്ലാം ഒരേ സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ അഗ്നിയുണ്ട്, വെള്ളമുണ്ട്, വായുവുണ്ട്, എല്ലാം അങ്ങനെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കൂ, അങ്ങനെയൊക്കെയുള്ള ഒരു സെറ്റപ്പ് ഭൂമിയിൽ എത്ര നന്നായിട്ടാണ് ഉള്ളത്. അപ്പം അതാര് ചെയ്തു എന്നുള്ളതാണ്. ചെയ്ത ആ ശക്തിയെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ലാതെ ഭഗവാൻ ഒരു രൂപത്തിലല്ല വരുന്നത്. രൂപത്തിൽ വന്നവരാരൊക്കെയാണ്? അവതാരം എടുത്ത് ഭഗവാൻ വന്നു. എന്തിനു വേണ്ടി അവതാരം എടുത്തു? മനുഷ്യരൂപത്തിൽ. എല്ലാ രൂപത്തിലും ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു. എന്തിനു വേണ്ടിയാണത്? നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരാൻ വേണ്ടി. അപ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മാതൃകയാവാൻ വേണ്ടി, അവർക്ക് മാതൃക കൊടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, രാജാവേ, നീ ഭൂമിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം ഭൂമിയിൽ നിന്ന് നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായിട്ട് അധ്വാനിക്കണം. അപ്പം നോക്കിയപ്പോൾ എന്താണ്? ഭൂമിയൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്? ഒക്കെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടാണ് ആദ്യം ഉണ്ടാവുക. നമ്മൾ ഒരു കൃഷി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് കാടൊക്കെ വെട്ടി തെളിയിപ്പിച്ച് കുറച്ച് കുണ്ടും കുഴിയൊക്കെ നിരത്തി സമതലങ്ങൾ ഉണ്ടാക്കണം. അപ്പം ഇന്നുണ്ടായ പോലെയുള്ള സമതലങ്ങളൊക്കെ ഉണ്ടാക്കി ഭൂമിയെ ഒരു രൂപത്തിലാക്കിയതാരാണ്? അന്നത്തെ പൃഥു ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരം. ഓരോരുത്തരുടെയും ഭരണപരിഷ്കാരങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ, അല്ലേ? നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഓരോ രാജാക്കന്മാരുടെയും ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ? ചിലരുടെ നന്നല്ലാത്ത ഭരണം ഉണ്ടായിരുന്നു, ചിലരുടെ നല്ലതുണ്ടായിരുന്നു. അതേപോലെ ഇതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആദ്യം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇപ്പം വേനൻ ഭരിച്ചു, അല്ലേ? വേനൻ്റെ ആ ഒരു മോശമായ ഭരണത്തിന് ശേഷം അന്ന് എന്തുണ്ടായിരുന്നില്ല? ജനങ്ങളെയൊക്കെ എല്ലാം കൊള്ളയടിക്കുക, കള്ളന്മാരെ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. തോന്നിയ മാതിരി യുദ്ധങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ വേനൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇപ്പം പൃഥു വന്നിരിക്കുന്നത്. പൃഥു വന്ന സമയത്ത് എന്താണ്? ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം എങ്ങനെയായിരുന്നു? അതുപോലെ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭയങ്കരമായ
ദാരിദ്ര്യമായിരുന്നു ആ സമയത്ത്. അത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നവർക്ക് അറിയാൻ പറ്റും. അന്നത്തെ കാലത്ത് ജീവിച്ച് വയസ്സായവർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകളും പിന്നെ ചരിത്രത്തിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ചരിത്രം വായിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? പാകിസ്ഥാനൊക്കെ വേർതിരിച്ച് അങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയിൽ കുറേ പേര് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വന്നു. അങ്ങനെ എന്താ പറയാ ഒരു ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരാണെങ്കിൽ എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു കൃഷിയും നേരെ നടക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊന്നുമല്ല പൈസ ചെലവാക്കാനില്ല. അങ്ങനെ ഗവൺമെന്റ് ആണെങ്കിലോ ഒട്ടും പൈസ ഇല്ലാത്ത അവസ്ഥ. ജനങ്ങൾക്കാണെങ്കിലോ വളരെ കഷ്ടപ്പാട്. അപ്പോഴാണ് നമ്മൾ അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമാണ് പഞ്ചവത്സര പദ്ധതിയൊക്കെ കൊണ്ടുവന്നത്. അപ്പം അതെന്തിനു വേണ്ടിയായിരുന്നു? കൃഷി മെച്ചപ്പെടുത്താൻ. അപ്പോൾ ഗാന്ധിജിയും പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങളെല്ലാവരും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ സമ്മേളനം ഒന്നും വേണ്ട. ഇനി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എല്ലാവരും ഗ്രാമത്തിലേക്ക് പോകൂ, എന്നിട്ട് കൃഷി ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരോടും അദ്ദേഹം എന്താ പറഞ്ഞത്? കൃഷി ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഭൂമിയിൽ പ്രധാനമായി വേണ്ടത് എന്താണ്? നമുക്ക് ഭക്ഷണമാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. ഇപ്പം നോക്കൂ, ഇപ്പം കൃഷി സ്ഥലങ്ങളെല്ലാം തന്നെ അതായത് ഓരോ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടും കൃഷിയിൽ ആൾക്കാർക്ക് ഇപ്പോൾ താല്പര്യം തന്നെ ഇല്ലാണ്ടായി വരികയാണ്. അങ്ങനെ ആകുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഭൂമിയിൽ എന്താവും? പിന്നെ കൃഷി ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ എവിടുന്നാണ് അരി കിട്ടുക? കുറച്ചൊക്കെ നമുക്ക് വേറെ സ്ഥലത്തു നിന്ന് വാങ്ങിക്കാം. പിന്നെ അവിടെ അതുപോലെ ആയാലോ? അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അപ്പോഴാണ് എല്ലാം കൂടി തകിടം മറിഞ്ഞ് പിന്നെ ആദ്യമേ തുടങ്ങുക എന്ന് പറയും. എല്ലാം കൂടി പിന്നെ ഒന്നേന്ന് തുടങ്ങും. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. എന്താണ് ഒന്നേന്ന് തുടങ്ങുകയാണ്. അപ്പോൾ വേനലിൻ്റെ കാലഘട്ടത്തിൽ അവർ ഭയങ്കര കഷ്ടപ്പെട്ടു. എല്ലാമായി. ഇപ്പോൾ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ് അവരോട് എങ്ങനെ കൃഷി ചെയ്യണം. അറിയണ്ടേ? നമ്മൾ നോക്കൂ, ഇന്നത്തെ കാലത്ത് കൃഷിയെക്കുറിച്ച് പഠിക്കാനുള്ള സർവകലാശാലകളുണ്ട് അല്ലേ? ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ നന്നായി കൃഷി ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ട് നന്നായിട്ട് നമുക്ക് എങ്ങനെ ജലസേചനം ചെയ്യണമെന്ന്. അപ്പോൾ അന്നൊക്കെ കനാലുകൾ വെട്ടിത്തെളിച്ച് വെള്ളം എല്ലാ സ്ഥലത്തും കൊണ്ടുവന്നു. ഇന്ന് പിന്നെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി മോട്ടറൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മോട്ടർ വെച്ചൊക്കെ നമുക്ക് വെള്ളമൊക്കെ അടിക്കാനൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ എത്തി. ഒരുപാട് ആധുനികമായ പുരോഗതി നമുക്കുണ്ടായി. ആ പുരോഗതി നിലനിർത്തുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭൂമിയെ എങ്ങനെ നിരപ്പാക്കണം, എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ നന്നാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെ ഒരു പഠനം ആവശ്യമാണ്. അപ്പം അതാണ് രാജാവ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഭൂമിദേവിക്ക് പൃഥ്വി എന്ന് പേര് വരാൻ കാരണം. പൃഥു ചക്രവർത്തിയുടെ പൃഥു ചക്രവർത്തിയാണ് ഭൂമിയെ ഇന്ന് കാണുന്ന ഒരു ഭൂമിയാക്കി മാറ്റിയത്. അപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ അധ്വാനത്തിലൂടെ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും വളരെയധികം അധ്വാനിച്ചുകൊണ്ട് സത്യസന്ധമായിക്കൊണ്ട് ചൂഷണം ചെയ്യാതെ മറ്റുള്ളവരെ അങ്ങനെയൊക്കെ ജീവിച്ചാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതുവരെ വായിച്ചതിൻ്റെ.